വെൽക്കം ടു NRI വേൾഡ്. പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സമ്പൂർണ്ണ പ്രവേശന വിലക്കുമായി ഡൊണാൾഡ് ട്രംപ്. 7 രാജ്യങ്ങൾക്ക് ഭാഗിക വിലക്ക്. ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയാണിതെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ട്രംപിന്റെ വിലക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, തൊഴിലാളികൾ, അഭയാർത്ഥികൾ എന്നിവരെയെല്ലാം ബാധിക്കും. ഇന്ത്യ പക്ഷേ പട്ടികയിലില്ല. അഫ്ഗാനിസ്ഥാൻ, ഹൈതി, ഇറാൻ എന്നിവയ്ക്ക് പുറമെ മ്യാൻമർ, ചാഡ്, കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനി, എറിത്രിയ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങൾക്കാണ് സമ്പൂർണ്ണ യാത്രാ നിരോധനം. ഭൂരിഭാഗവും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. ഭാഗിക വിലക്കുള്ള രാജ്യങ്ങൾ ഇവയാണ്: ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല. ട്രംപ് ആദ്യം പ്രസിഡന്റായിരുന്ന കാലത്തും സമാനമായ യാത്രാ നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ജോ ബൈഡൻ അവ റദ്ദാക്കി. ഇത് ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കും. കുടുംബങ്ങൾ വേർപെടുത്താനും വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ സാധിക്കാതെ വരാനും വ്യവസായ ടൂറിസം മേഖലകളിൽ വലിയ തിരിച്ചടിയുണ്ടാകാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള US വിസ അപേക്ഷകർക്ക് നിലവിൽ വലിയ കാലതാമസമാണ് നേരിടുന്നത്. 2026 അവസാനം വരെയാണ് ഇപ്പോൾ വിസയ്ക്കുള്ള കൂടിക്കാഴ്ചകൾ നീണ്ടുപോകുന്നത്. അത് ഇനിയും കൂടിയേക്കും. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിൽ നിക്ഷേപിക്കാൻ ഗൾഫ് പ്രവാസികൾക്ക് താൽപര്യം കൂടുന്നു. ഇന്ത്യയിലെ വസ്തുവിപണി സ്ഥിരതയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ബിസിനസ്സുകാരിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാർ ശക്തമായ മത്സരം നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോൾ മെട്രോ നഗരങ്ങളിൽ ഉൾപ്പെടെ ഭൂമി, വസ്തുവില കുറഞ്ഞതാണ് അനുകൂലാവസ്ഥയ്ക്ക് കാരണം. ന്റെ തുടക്കത്തിൽ ബംഗളൂരു, ഹൈദരാബാദ് പോലുള്ള നഗരങ്ങൾ 5% വീടുവില വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും മുൻ വർഷത്തേക്കാൾ കുറവാണത്. നിക്ഷേപ രംഗത്ത് പ്രത്യേകിച്ച് 10 ലക്ഷം മുതൽ 25 ലക്ഷം വരെയുള്ള വസ്തുക്കൾ വാങ്ങാൻ NRIകൾക്ക് താൽപര്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അനാറോക്കിന്റെ അഭിപ്രായത്തിൽ ഈ നിക്ഷേപങ്ങളുടെ വാർഷിക വരുമാനം 810%. UAEയിൽ താമസിച്ചുകൊണ്ട് വിദേശ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യാം. റിമോട്ട് വർക്ക് വിസ നേടണമെങ്കിൽ $3500 വരുമാനം വേണമെന്ന് മാത്രം. കമ്പനി UAEക്ക് പുറത്തായിരിക്കുകയും എന്നാൽ UAEയിൽ താമസിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വിസ. പുതിയ നിയമപ്രകാരം ലോകത്തെ ഏത് കമ്പനിയിലും ജോലി ചെയ്യുന്നവർക്ക് ഈ വിസ ലഭിക്കും.
എന്നാൽ കുറഞ്ഞത് $3500 ശമ്പളം വേണം. പ്രാദേശിക സ്പോൺസർ വേണ്ട എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒറ്റ ടൂറിസ്റ്റ് വിസ പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കും. ഒരു വിസയിൽ 6 GCC രാജ്യങ്ങൾ സന്ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. ഒമാനിൽ സ്വദേശീവൽക്കരണം പാലിക്കാത്ത കമ്പനികൾക്ക് കരാർ ലഭിക്കില്ല. നടപടികൾ ശക്തമാക്കി തൊഴിൽ മന്ത്രാലയം. ഖത്തറിൽ മെട്രോ യാത്രക്കാർക്കായി അത്യുഗ്രൻ ഓഫറുമായി ദോഹ മെട്രോ. 3 മാസത്തേക്കുള്ള പാസ് എടുത്താൽ 4 മാസം സൗജന്യ യാത്ര ചെയ്യാൻ അവസരം. UAEയിൽ തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ മധ്യാഹ്ന വിശ്രമ നിയമം നടപ്പിലാക്കുന്നു. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ തൊഴിൽ നിരോധനം ബാധകമാണ്. കുവൈറ്റിൽ ഇനി എല്ലാ വർക്ക് പെർമിറ്റിനും 150 ദിനാർ ഫീസ് ഈടാക്കും. നേരത്തെയുള്ള ഇളവുകൾ ഇല്ലാതാക്കി വർക്ക് പെർമിറ്റ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതോടെയാണ് പുതിയ മാറ്റം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. കോവിഡിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന നിലയിലാണ് ചൈനയിലെ വുഹാൻ നഗരത്തിന്റെ കുപ്രസിദ്ധി. മഹാമാരിക്ക് ശേഷം പല രാജ്യങ്ങളും തകർന്നു. 5 വർഷങ്ങൾക്ക് ശേഷം വുഹാനിന്റെ അവസ്ഥ എന്താണ്? NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രുചിക്കൂട്ട്. 4000 വർഷങ്ങൾക്കിപ്പുറവും മാറ്റമില്ലാത്ത ഒരേ ഒരു ഡിഷ്.